The next question, is 90 a perfect square? 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എങ്ങനെ നമ്മൾ 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കും? നമുക്ക് നോക്കാം. സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ റൂട്ട് 90ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമുക്ക് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 90/2 45. 45 നമുക്കറിയാം എന്ത് ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കാം? നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ആണ്. അപ്പൊ നമുക്കറിയാം 4 + 5 9 ആണ്. 9 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര 3 ആണ്? 45. 45 ഡിവൈഡഡ് ബൈ 3 എന്താ? 1 3s are 3, 1 5. 5 into 3 is 15. ഓക്കെ, സോ എന്താ 15. ഇനി 15നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ? ഇല്ല. യെസ്, കഴിയും. 5 + 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ് 6. അതുമല്ല 3ന്റെ മൾട്ടിപ്പിൾ 15 ഉണ്ട്. സോ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 into 3. അപ്പൊ 90നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. 90നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ എന്താ കിട്ടിയത്? 90 is equal to 2 into 3 into 3 into 5. ഓക്കെ, 2 into 3 into 3 into 5. നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എന്താണ്? അതിനെ പെയേഴ്സിൽ എഴുതാൻ പറ്റണം. ഇവിടെ നമുക്ക് 3ന് മാത്രമേ പെയർ ഉള്ളൂ. ഈ 2ക്ക് ഒരു പെയർ ഇല്ല, 5ക്കും ഒരു പെയർ ഇല്ല. എല്ലാം എന്താണ്? 2 രണ്ടെണ്ണം വേണം അല്ലെ? പെയർ ആക്കണ്ടേ? ബട്ട് 2ക്കും 5ക്കും എന്തില്ല? പെയർ ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് 90 is not a perfect square. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് 6400ന്റെ കേസ് നോക്കാം. എല്ലാത്തിനും പെയർ ഉണ്ട്. അപ്പൊ 6400 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കിട്ടി. 90ക്ക് പെയർ ഇല്ല. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ ഏതിനാ പെയർ ഇല്ലാത്തത്? 2ക്കും ഇല്ല, 5ക്കും ഇല്ല. അപ്പൊ നമുക്ക് എന്താ പറയാ? 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. There is no pair for 2 and 5. So we can say that 90 is not a perfect square. Okay, not a perfect square. Okay, then moving to next question. എന്താണ് our next question? Is 2352 a perfect square? 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? Find the smallest multiple of 2352 which is a perfect square. Find the square root of the new number. അപ്പൊ 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ 2352 ഡിവൈഡഡ് ബൈ 2. ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ 2352 ഡിവൈഡഡ് ബൈ 2? 1 2s are 2, 3, 1 2s are 2, 1 5 അല്ലേ? സോ 5 ആണ്. സോ 7. 7 into 2 is 14, 1, then 2, 6 into 2 is 12. So 1176. Again ഇതൊരു ഈവൻ നമ്പർ അല്ലേ? കാരണം ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 6 ആണ്. Again നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? യെസ്. അപ്പം 1176 ഡിവൈഡഡ് ബൈ 2. 5 into 2 10, 1 7. 8 into 2 is 16, 1 6. 8 into 2 is 16. സോ എന്താ കിട്ടിയത്? 1176നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 588. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 8 ആണ് അല്ലേ? 8 ആയതുകൊണ്ട് എഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? യെസ്. അപ്പം 588 ഡിവൈഡഡ് ബൈ 2. 2 2s are 4, 1 8, 6 2s അല്ല, 9 2s are 18, then 8. 4 into 2 is 8. So our answer is 294. Okay, 294. ഈ 294 again എന്താണ്? ഒരു ഈവൻ നമ്പർ അല്ലേ? കാരണം ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പൊ അതിനെ again നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? യെസ്. 294 ഡിവൈഡഡ് ബൈ 2. 294 divided by 2. 1 2s are 2, then 9.
9. So 4 into 2 is 8. 1, 4. 7 2s are 14. അപ്പൊ നമുക്ക് എന്ത് പറയാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 147. ഇനി നോക്കാം, 147 നമുക്ക് ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 2 കൊണ്ട് പറ്റുമോ? ഇല്ല, കാരണം അതൊരു ഈവൻ നമ്പർ അല്ല. ഇനി നമുക്ക് ഏതുകൊണ്ട് പറ്റും? നമ്മൾ ഡിജിറ്റ്സ് 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ നോക്കാം. നമ്മൾ എന്താ ചെയ്യാ? 147ന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. 1 + 4 + 7 എന്താ കിട്ടിയേ? 12. 12 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണോ? യെസ്, 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ് 12. അതുകൊണ്ട് നമുക്ക് 147നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 147 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 4 into 3 12. 2 7. 9 into 3 27. So 3 കൊണ്ട് ചെയ്യുമ്പോൾ 49. ഇനി നമ്മൾ നോക്കുക, 49 നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് പറ്റുമോ? ഇല്ല, കാരണം ഇത് ആഡ് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 13 ആണ്. 13 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 49നെ നമുക്ക് ഇനി വേറെ ഏതുകൊണ്ട് ചെയ്യാൻ പറ്റുക? ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 5 കൊണ്ട് കഴിയില്ല, പിന്നെ 7 ആണുള്ളത്. 7 into 7 ആണ് 7 1. അപ്പൊ നമ്മൾ നോക്കാം, 2352 is equal to 2 into 2 into 2 into 2 into 3 into 7 into 7 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നോക്കുക, ഇതിനെ പെയറാക്കാൻ പറ്റുന്നുണ്ട്, ഇതിനെ പെയറാക്കാൻ പറ്റുന്നുണ്ട്, രണ്ടും പെയർ. 3 മാത്രം പെയർ ഇല്ല. 3ക്ക് പെയർ ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയറിന് എല്ലാത്തിനും പെയർ വേണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനും എന്ത് വേണം? പെയർ വേണം. 3ക്ക് പെയർ ഇല്ലാത്തതുകൊണ്ട് we can say that 2352 is not a perfect square. Okay, if not, അല്ലെങ്കിൽ find the smallest multiple of 2352 which is a perfect square. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ എപ്പോഴാ ആവാന്നാ ചോദിച്ചത്? സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ന്യൂ നമ്പർ. അപ്പൊ നമുക്കറിയാം 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ ഇതിനോട്ട് ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് 3ക്ക് പെയർ ഇല്ലല്ലോ. അപ്പൊ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2352 into 3 6 15 10 7056 എന്താ? 7056. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇഫ് നോട്ട് ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഏതാ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ? 2352 into 3. 3 എങ്ങനെ വന്നത്? ഇവിടെ പെയർ ഇല്ലാത്ത പെയർ, ഇനി 3യും കൂടെ വേണം പെയർ ആവാൻ. അപ്പൊ ആ 3നെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 7056 ആണ് ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. 2352ന്റെ ചെറിയ മൾട്ടിപ്പിൾ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ന്യൂ നമ്പർ. ഈ പുതിയ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടി വരും അല്ലെ? 7056നെ ചെയ്യണോ? ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ? ഒരു 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പം 7056നെ 2 into 2 into 2 into 2 into 3 into 3 into 7 into 7 ചെയ്താൽ മതി. കാരണം 2352ക്ക് into 3 ചെയ്തപ്പോഴാണ് 7056. അപ്പൊ നമ്മൾ എന്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നോ അതൊക്കെ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു into 3 ചെയ്തത് കൊണ്ട് ഇവിടെയും നമ്മൾ ഒരു into 3 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 7056 കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് അല്ലേ കാണാൻ പറഞ്ഞേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ 2ഉം 2ഉം ഒരു പെയറാക്കി, ഈ 2ഉം ഈ 2ഉം ഒരു പെയറാക്കി, ഈ 3യും ഈ 3യും ഒരു പെയറാക്കി, ഈ 7ഉം ഈ 7ഉം പെയറാക്കി. സോ നമുക്ക് 2 into 2 4 കിട്ടി, 4 into 3 12 കിട്ടി. 12 into 7 ചെയ്താൽ മതി. എന്ത് കിട്ടും? 7 into 2 14. 1 to 7 7 84. So our answer is 84. അപ്പം 84 into 84 ആണ് 7056. 84 into 84 നോക്കാം. 84 into 84. 8 into 4 32. 3. 8 into 8 64. 65 66 67. 6 5
0 1 കണ്ടോ 84 into 84 ആണ് 7056. So square root of 7056 is 84. Okay, square root of 7056 is 84. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 2352 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിൽ പേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പം 3ന്റെ ഒരു കുറവുണ്ട്, അപ്പൊ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അതുകൊണ്ട് we can say that 2352 is not a perfect square. Then find the smallest multiple of 2352 which is a perfect square. അപ്പം അല്ലെങ്കിൽ 2352ന്റെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കാണാൻ. അപ്പൊ നമുക്കറിയാം 3 ആണ് കുറവുള്ളത്. അപ്പൊ ആ 3നെ 2352നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കിട്ടും. അപ്പൊ നമുക്ക് 3 കൊണ്ട് ചെയ്തപ്പോൾ 7056 കിട്ടി. Okay, 7056 ആണ് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ. ഓക്കെ, then find the square root of the new number. അങ്ങനെയാണെങ്കിൽ ന്യൂ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാം. ന്യൂ നമ്പർ എന്താ കിട്ടിയത്? 7056 ആണ് കിട്ടിയത്. അതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ നമുക്കറിയാം 7056 കിട്ടിയത് ഇവിടെ ഒരു into 3 ചെയ്തപ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിലും ഒരു into 3 കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് പെയറാക്കാൻ പറ്റും. പെയറാക്കുമ്പോൾ 84 കിട്ടി. So square root of new number that is 7056 is 84. Okay, അപ്പൊ നമ്മളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? Okay, then moving to next question. Find the smallest number by which 9408 must be divided so that the quotient is a perfect square. Find the square root of the quotient. Square root of the quotient കാണണം. Okay, അപ്പൊ find the small 9408 ആണ്. അപ്പൊ 9408 ചെയ്യാം. 9408 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണ്ടേ? ഇതൊരു ഈവൻ നമ്പർ അല്ലേ, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. എന്താ 9408 by 2? എന്താ 4 into 2 എന്താ 8. then ബാലൻസ് 1 4 7 into 2 14 അല്ലേ? എന്നിട്ട് ഇവിടെ 0 ആണ് അല്ലേ? 0 പിന്നെ 4 into 2 8. അപ്പൊ 4704 അല്ലേ? 4704 into 2 8 0 14 9408. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 4704. ഇനി 4704 എഗെയിൻ ഒരു ഈവൻ നമ്പർ ആണ് കിട്ടിയത്. അപ്പൊ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4704 divided by 2. 2 into 2 is 4. Then 7. 3 into 2 is 6. 1. Then 0. 5 into 2 is 10. Then 4. 2 into 2 is 4. അപ്പൊ എന്ത് കിട്ടി? 2352. 2352. ഓക്കെ, എഗെയിൻ ഇതൊരു ഈവൻ നമ്പർ അല്ലേ? യെസ്. അപ്പൊ ഇനി 2352 നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2352 divided by 2. 1 2s are 2 3 1 2s are 2 1 5 7 2s are 14 1 12 6 2s are 12. So 1176. അതുകൊണ്ട് ചെയ്തപ്പം 1176. ഓക്കെ, എഗെയിൻ ഇതൊരു ഈവൻ നമ്പർ അല്ലേ? യെസ്. 1176 എഗെയിൻ ഒരു ഈവൻ നമ്പർ ആണ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1176 divided by 2. 5 2s are 10 1 7 അല്ലേ? അപ്പം 8 into 2 is 16. 1 6 8 into 2 is 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 588. ഇനി 588 is again an even number. So we want to divide 588 divided by 2. So 2 2s are 4 1 8 9 2s are 18 then 8 4 2s are 8. Our 294. 294. Again ഇതൊരു ഈവൻ നമ്പർ അല്ലേ? യെസ്.
294 divided by 2. 1 2s are 2. Then 9. 9 എത്ര 2 ഉണ്ട്? Yes, 4. 4 2s are 8. 1 4 7. എന്ത് കിട്ടി? 147. ഇനി 147 നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 147 ഡിവൈഡഡ് ബൈ 3 എന്ത് വരും? 4 into 3 12 2 7 9 49. അപ്പൊ തന്നെ 3 കൊണ്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 49. 49 നമ്മൾ എന്തുകൊണ്ടാ ചെയ്യാ? 7. അപ്പൊ എന്ത് ഉണ്ടാവും? ഇവിടെ ഒരു 7 ഉണ്ടാവും. 7 അഗെയിൻ 7 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. 9408 ഇങ്ങനെ കിട്ടി. നമുക്ക് നോക്കാം പേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, 9408 is equal to 2 into 2 into 2 into 2 into 2 into 2 into 3 into 7 into 7. ഓക്കെ, 2 into 2 into 2 into 2 into 2 into 2 into 3 into 7 into 7. ഇനി നമുക്കറിയാം ഇതിനെ നമ്മളൊരു 2 പെയറാക്കി, ഇതിനെ പെയറാക്കി, ഇതിനെ പെയറാക്കി, ഇതിനെ പെയറാക്കി. ബട്ട് 3നെ നമുക്ക് പെയറാക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മളോട് ചോദിച്ചത് find the smallest number by which 9400 must be divided so that the quotient is a perfect square. അപ്പൊ quotient എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ 9408 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു 3 അല്ല ഇല്ലാത്തത്. അപ്പൊ 9408 ഡിവൈഡഡ് ബൈ 3. 3 3s are 9. 4 1 3s are 3 1 0. 3 3s are 9 1 8. 6 3s are 18. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 3136. 3136 ആണ് നമ്മളെ ചെറിയ കോഷ്യന്റ്, നമ്മളെ കോഷ്യന്റ് ഇവിടെ കിട്ടിയത്. സോ ദാറ്റ് ദ കോഷ്യന്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മളോട് പറഞ്ഞത് കോഷ്യന്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആ. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആൻസർ. ഓക്കെ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് കാണണം? സ്ക്വയർ റൂട്ട് കാണണം. 3136ന്റെ സ്ക്വയർ റൂട്ട് കാണാന്. അപ്പൊ നമ്മള് ഇതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 3136. അപ്പൊ നമ്മൾ ഇവിടെയും 3 ചെയ്യണം. അപ്പൊ ഈ 3യും 3യും ക്യാൻസൽ ആയിട്ട് പോയി. ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? 2 into 2 into 2 into 2 into 7 into 7. ഇനി ഇതിന് പേഴ്സ് ആക്കാം. 2 into 2 into 7 അല്ലേ? എന്താ 2 into 2 4. 4 into 7 28. സോ 3136ന്റെ നമ്മള് എന്താണ് സ്ക്വയർ റൂട്ട് എന്താ? 28. കറക്റ്റ് ആണോ നോക്കാം. 28 into 28 4 8 784 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 3136 ആണ്. 3136 ആണ്. യെസ്, ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. എത്ര 2 ഉണ്ട് ടോട്ടൽ? 2 4 6 2s ഉണ്ട്. നമ്മളിവിടെ 4 2 ആണ് എഴുതിയത്. അപ്പൊ 2 2 കൂടെ എഴുതാണ്ട്, അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 കൂടെ ആക്കിയെടുക്കണം. അപ്പൊ 28 into 2 28 into 2 ആണ് വരിക. ഓക്കെ, 28 into 2 എന്താ? 56. So our answer is 56. Okay, 56 ആണ്. നമ്മൾ ഒരു 2 into 2 എഴുതാൻ മറന്നു. അപ്പൊ 56 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് കോഷ്യന്റ് എന്താ? കോഷ്യന്റ് 3136, അതിന്റെ 56 ആണ്. നമുക്ക് 56 into 56 ചെയ്ത് നോക്കാം. സോ എന്താ കിട്ടി? 6 3 11 3136. സോ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? മൾട്ടിപ്ലൈ, സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ആണ് ചോദിച്ചത്. അതുകൊണ്ട് ഇവിടെ 3ക്ക് പേരില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെയും 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബട്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ഹിയർ? ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞത്? ഡിവൈഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കോഷ്യന്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. നമുക്കറിയാം ഇവിടെയും 3ക്കാണ് പേരില്ലാത്തത്. അപ്പൊ ഡിവൈഡഡ് ആയതുകൊണ്ട് 3നെ കൊണ്ട് 9408നെ ഡിവൈഡ് ചെയ്തു.
അപ്പൊ നമുക്ക് 3136 കിട്ടി. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ ഇവിടെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ 3 പോയി. അവിടെ 3 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 ഡിവൈഡ് ചെയ്തു. ഇവിടെ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചത്, ഇവിടെ ഡിവിഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, എന്നിട്ട് 3136 ആണ് നമുക്ക് കോഷ്യന്റ് കിട്ടിയത്. 3136 കോഷ്യന്റ്, അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 3നെ ഡിവൈഡ് ചെയ്തില്ലേ, ബാക്കിയുള്ള സംഭവം 3നെ നമ്മൾ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് പേഴ്സ് ആക്കി ലാസ്റ്റ് നമുക്ക് 56 എന്ന് കിട്ടി. അപ്പൊ 56 ആണ് ഏതിന്റെ സ്ക്വയർ റൂട്ട്? കോഷ്യന്റ് ആയ 3136ന്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Without doing any calculation, find the numbers which are surely not perfect squares. എന്താ നമ്മളോട് പറഞ്ഞത്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് അല്ലേ? അപ്പൊ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് എങ്ങനെ കാണുക? നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കും അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. വിത്തൗട്ട് ഡൂയിങ് എനി കാൽക്കുലേഷൻ ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ ഷുവർലി നോട്ട് പെർഫെക്റ്റ് സ്ക്വയർസ്. ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വരുന്നത്. അത് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 3 എന്നാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാം. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ആവോ? 153. നമുക്കറിയാം ഇതൊരു ഓഡ് നമ്പർ ആണ് അല്ലേ? ഇതൊരു ഓഡ് നമ്പർ അല്ലേ 153. അപ്പം കാൽക്കുലേഷൻ ചെയ്യാതെ ഷുവർലി നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ ഷുവർലി നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത്. 153 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 153 ഏതിന്റെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം സ്ക്വയേഴ്സ് നോക്കാന് 153ന്റെ സ്ക്വയർ എന്തായിരിക്കും? ഒരു ഓഡ് തന്നെ ആയിരിക്കും. ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും ഓഡ് ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാല് ഇത് ഏതിന്റെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 153 റൂട്ട് 153 ഏതെങ്കിലും നമ്പർ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദെൻ 441 നോക്കാം. 441 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 441 ഏതെങ്കിലും നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 449. അപ്പൊ നമ്മുടെ ടാബിൾ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ 153 എന്താ? ഇതൊരു ഓഡ് നമ്പറാ അല്ലെ? ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് കഴിയില്ല. പിന്നെ 3 കൊണ്ട് കഴിയോ നോക്കാം. ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നോക്കാം. യെസ്, 6 + 3 9. അപ്പൊ 9 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ്. ഇത് 3 കൊണ്ട് കഴിയും. അപ്പം 153 ഡിവൈഡഡ് ബൈ 3 എന്താ? 153 ഡിവൈഡഡ് ബൈ 3. വാട്ട് ഈസ് 153 ഡിവൈഡഡ് ബൈ 3? 51. അപ്പൊ 51 അല്ലേ? 51നെ നമുക്ക് ഇനി എന്തുകൊണ്ട് 3 കൊണ്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? 51 ഡിവൈഡഡ് ബൈ 3. 1 3s are 3, 2 1 7. സോ 17 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം എന്താ? ഇവിടെ 3ക്ക് മാത്രം പെയറുള്ളൂ, 17ക്ക് എന്തില്ല? പെയർ ഇല്ല. പെയർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 441. ഓക്കെ, 441 നോക്കുക. 441 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 441 ഡിവൈഡഡ് ബൈ 3. 1 3s are 3, 1 4. 4 into 3 12, 2 1 7. അപ്പൊ എന്ത് കിട്ടി? 147. അഗെയിൻ 147 ഏതുകൊണ്ട് ചെയ്യാൻ പറ്റൂ? 147 ഡിവൈഡഡ് ബൈ 3 എന്താ? 4 into 3 is 12, 2 7 49. അപ്പൊ 3 കൊണ്ട് ചെയ്യുമ്പോൾ 49. നമുക്കറിയാം 49 7 7. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? യെസ്. എന്താണ്? 3 into 3 into 7 into 7 അല്ലേ? 3 7 7 into 3 21. അപ്പൊ 441 എന്ന് പറഞ്ഞാല് 21ന്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, എങ്ങനെ? 21 into 21 ചെയ്ത് നോക്കിയാ? 21 into 21 1 2 2 4. യെസ്, 441 ഉണ്ടോ? അപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പെയർ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ,
So we can say that here we can say that 153 is not a perfect square. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ 441 എന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതിൻ്റെത്? 21. We know that 21 into 21 is 441. Okay, find the square roots of 100 and 169 by the method of repeated subtraction. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ രണ്ട് മെത്തേഡാണ് പഠിച്ചത്. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്, ഒന്ന് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് അല്ലെ. എങ്ങനെയാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്യുക? ഓഡ് നമ്പേഴ്സ് കൊണ്ട് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകും. 100 ആണ്. 100ന് ഫസ്റ്റ് ഓഡ് നമ്പർ ആയ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പോ 99. ഇനി 99നെ 1 കൊണ്ടല്ല നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 3 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 96. 96നെ നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 91 അല്ലേ. ഇനി 91നെ നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 7 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. സോ 84 അല്ലേ. യെസ്, 84 മൈനസ് നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 9. 5 ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? 75 അല്ലേ. 75. ദെൻ 75ന് നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 11 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 66 കിട്ടും അല്ലേ. സോറി 64 കിട്ടും. 5 - 1 4, 7 - 1 6. ഇനി 64ന് അടുത്ത ഓഡ് നമ്പർ ഉണ്ട്. 64 മൈനസ് എന്താ അടുത്ത ഓഡ് നമ്പർ 13. അപ്പൊ 1 6 - 4 51. ഓക്കെ, 51 കിട്ടി. ഇനി 51ന് അടുത്ത ഓഡ് നമ്പർ ആയ 15 ഉണ്ട്. അപ്പൊ ഇവിടെ 6 ഉണ്ടായിരിക്കും. 36 അല്ലേ. യെസ്, 36. ഇനി 36ന് അടുത്ത ഓഡ് നമ്പർ 15. 15 എന്താ? 15 കഴിഞ്ഞിട്ട് അടുത്ത ഓഡ് നമ്പർ ഏതാ? 17. അപ്പൊ 9 19 കിട്ടും അല്ലേ. 19. ഇനി 19ന് അടുത്ത ഓഡ് നമ്പർ ആയാൽ 19 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പം 0. യെസ്, സോ 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എത്രാമത്തെ സ്റ്റെപ്പിലാണ് കിട്ടിയത്? 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ സ്റ്റെപ്പിലാണ്. സോ റൂട്ട് 100 is equal to 10 or 10 square is equal to 100 എന്ന് പറയാം. ഓക്കെ, അപ്പൊ എത്രാമത്തെ സ്റ്റെപ്പിലാണ് കിട്ടിയത്? അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്തത് 169. 169നെ നോക്കാം. അപ്പം 100ന്റെ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വെച്ചിട്ട് ചെയ്തു. Okay, the next one 169. 169 minus 1 is equal to 168. അടുത്തത് 168 minus 3. 168 minus 3 is equal to 165. Then 165 minus 5 is equal to 160. അടുത്ത ഓഡ് നമ്പർ ഏതാ? 5 കഴിഞ്ഞിട്ട് 7. 160 minus 7. അപ്പൊ എന്ത് വരും? 3 5 1 153. Then 153 minus next odd number ഏതാ? 9. 144 അല്ലേ. 145 46 47 48 49. Yes, so the next 144 minus അടുത്ത odd number ഏതാ? 11. 4 1 പോയാൽ 3, 4 1 പോയാൽ 3, 1 1 പോയാൽ സോറി 1 0 പോയാൽ 1. സോ 133. Then 133ന് എന്ത് അടുത്ത ഓഡ് നമ്പർ ഏതാ? 11 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ 13. സോ 13 സബ്ട്രാക്ട് ചെയ്യുക. 3 - 3 0, 3 - 1 2 1 120. Then 120ന് അടുത്ത ഓഡ് നമ്പർ ആയ 15 സബ്ട്രാക്ട് ചെയ്യുക. സോ 105 എന്ന് കിട്ടും അല്ലേ. Then 105 എന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ ആയ 17 സബ്ട്രാക്ട് ചെയ്യുക. വാട്ട് ഈസ് 105 - 17?
ഇവിടെ 9 ഉണ്ടാവും, ഇവിടെ ഇത് ഉണ്ടാവില്ല, ഇവിടെ 15 ആവും. അപ്പൊ നമുക്ക് ബാക്കി 8. ഇവിടെ 9 - 1 8, 88. അപ്പം 88 ആണ് ആൻസർ. 88. Then again 88 minus നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 17 കഴിഞ്ഞിട്ട് 19. അപ്പം 69 സോറി 69 എന്ന് വരും. 69. Then 69 minus നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 19 കഴിഞ്ഞിട്ട് 21. സോ 9 1 പോയാൽ 8, 6 2 പോയാൽ 4, 48. ഇനി 48 നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 23. 5 25. ഓക്കെ. ദെൻ 25 നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ? 23 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓഡ് നമ്പർ 25. സോ 25 minus 25 is equal to 0. So we can say that 169 is a perfect square. And ഏത് നമ്പറിന്റെ ഏതാ? 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പൊ 169 ഏതിൻ്റെതാ? റൂട്ട് 169 is equal to 13. എത്ര സ്റ്റെപ്പ് ഉണ്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 13 സ്ക്വയർ is equal to 169. ഓക്കെ.